അഭിഷേക് ശർമ്മ ഇത്തവണ ആകെ T20 വേൾഡ് കപ്പിലെ 4 മത്സരങ്ങളിൽ 3 മത്സരം കളിച്ചു. 3 മത്സരങ്ങളിൽ ഡക്ക് 3 മത്സരങ്ങളും സംപൂജ്യനായിട്ടാണ് ഔട്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സഞ്ജു സാംസൺ ആകെ കൊടുത്തേക്കുന്ന ഒരൊറ്റ കളിയാണ്. സഞ്ജു സാംസനെ ഞാൻ പുകഴ്ത്തുമല്ല, അല്ലെങ്കിൽ സഞ്ജു സാംസനെ പറ്റി ടീമിൽ സെലക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹം കളിച്ചത് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ആദ്യം ന്യൂസിലൻഡിനെതിരെയായിരുന്നു കളിച്ചത്. കമ്പാരിറ്റീവ്ലി ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഒരു നല്ല ടഫ് ടീമാണ്. ആ ടഫ് ടീമിനെതിരെയാണ് സഞ്ജു സാംസൺ കളിച്ചത്. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനല്ലാത്ത ഒരു ചെറിയ ടീമിനെതിരെയുള്ള അവസരങ്ങൾ സഞ്ജു സാംസണ് കൊടുത്തിരുന്നെങ്കിൽ കളിച്ച് കയറി വരുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ 22 റൺസ് എടുത്ത കളിയിൽ സഞ്ജു നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സെലക്ടേഴ്സ് അഭിഷേക് ശർമ്മ T20 റാങ്കിങ്ങിൽ നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്, എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ T20 വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ മത്സരങ്ങളും കൃത്യമായി വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. 2 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ. ഇനി